ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിയിൽ നിന്ന് അധികം ദൂരെ അല്ലാണ്ട് ഡാമിനോട് ചേർന്ന് നല്ല കിടിലൻ വ്യൂ ഒക്കെ കിട്ടുന്ന സ്വിമ്മിംഗ് പൂളോട് കൂടിയ ഒരു ഫാം സ്റ്റേ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു പ്രീമിയം സർവീസ്ഡ് വില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി, മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇതാണ്. അവിടെ സ്വിമ്മിംഗ് പൂള്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റൂംസ് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂംസ്. മൊത്തം ഇവിടെ 4 റൂംസേ ഉള്ളൂ. 1, 2, 3, 4. ഇതാ അറ്റത്തെ മുറിയും ഇതുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, AC ഉണ്ട്, വൈഫൈ ഉണ്ട്, ഒരു സ്മാർട്ട് TV ഉണ്ട്. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ ആ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചൊരു പഴമ തരുന്ന രീതിയിലൊരു മിക്സ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. മുഴുവനായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. തടി നല്ല ക്വാളിറ്റി തടിയാണ്. കൊള്ളാം. മിററൊക്കെ ഈ നമ്മൾ പഴയ വീടുകളിൽ തറവാടുകളൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് ഒരു മിറർ. കൊള്ളാം. അലമാര അങ്ങനെ തന്നെ കൊള്ളാം കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ അലമാരകളൊക്കെ. പിന്നെ വാഷ്റൂം നോക്കണം. കൊള്ളാമല്ലോ. അത്യാവശ്യം വലുപ്പമുള്ളൊരു വാഷ്റൂമാണ്. പിന്നെ എല്ലാ അമ്യൂണിറ്റീസും വെച്ചിട്ടുണ്ട്. സോപ്പ്, പിന്നെ എന്താ പറയുക, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് കാര്യങ്ങൾ ബ്രഷെല്ലാം വെച്ചിട്ടുണ്ട്. ടവൽസ് ഉണ്ട്. അത്യാവശ്യം വലിയ ഒരു വാഷ്റൂമാണ്. ഹോട്ട് വാട്ടർ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അതുകൊണ്ട് കേട്ടോ. നമ്മുടെ ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറഞ്ഞാലേ പുറത്തേക്ക് ഇത് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ നമുക്കിതുവഴി ഇറങ്ങാം, പക്ഷേ നമ്മളിതുവഴി ഇറങ്ങുന്നില്ല. ആണ് നമ്മുടെ രണ്ടാമത്തെ മുറി കേട്ടോ. രണ്ടാമത്തെ മുറി ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ നേരെ ഒരു ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ്. അരുവിക്കര ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ് ആ കാണുന്നത് അവിടെ. അപ്പോൾ ഇവിടെ നെറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വ്യൂ. അതേ ഉള്ളൊരു വ്യത്യാസം. അവിടെ സ്വിമ്മിംഗ് പൂൾ കാണാം. വാഷ്റൂമും വലിയ വ്യത്യാസം ഇല്ല. ആ വെള്ളം കണ്ടുകൊണ്ട് കുളിക്കാം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ പോലെയാണ് ഇവിടെ. ഇവിടെ ഇത്രയും ഇപ്പം നിങ്ങൾ വിചാരിക്കായിരിക്കും ഒരു ചെറിയ ഡൈനിങ് ടേബിളാണെന്ന്. ആക്ച്വലി ഈ 4 റൂംസേ ഉള്ളൂ. അതിനകത്ത് ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഒരു റൂമിൽ 2 പേര് വെച്ച് മേ ബി ഒരു എക്സ്ട്രാ ബെഡും കൂടെ വെച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 4 റൂമിലേക്കുള്ള ആൾക്കാർ. പിന്നെ ഇത് അവിടെ ബാഡ്മിൻ്റൺ കളിക്കാനും ക്യാരം ചെയ്യാനൊക്കെ ആയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. എന്താണ് മുകളിൽ നമുക്ക് പോയി നോക്കാം. ഒരു ഓപ്പൺ ഏരിയ. എനിക്കൊന്ന് ഓക്കെ ഒരു ബാങ്ക്വറ്റ് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവിടെ. ഇവിടെയും നമുക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യാം. വാഷ്റൂംസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു വലിയ പരിപാടിയൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ വ്യൂ കൊള്ളാം. ഇതാണ് ഇവിടുത്തെ ബാങ്ക്വറ്റ് ഹാള്. അത്യാവശ്യം ഒരു വലിയ ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫംഗ്ഷനോ ഒക്കെ നടത്താൻ പറ്റിയൊരു സെറ്റപ്പാണ്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇപ്പം എനിക്കൊന്ന് കുറച്ച് കലങ്ങി കിടക്കുകയാണ്, അല്ലെങ്കിൽ നല്ല വ്യൂ ആണ്. നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു ചെട്ടിനാട് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ടൈപ്പ് ബിൽഡിങ്ങുകളും ഇതേപോലത്തെ ടൈലും ഒക്കെ ഉള്ള ഫ്ലോറിംഗ് ഒക്കെ ഉള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവർ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. അരുവിക്കര ഭാഗത്താണ് ഇത്. അരുവിക്കര ഡാമിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് ഇവിടെ നിന്ന് ഡാമിൻ്റെ റിസർവോയർ കാണാം. എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലി ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് എനിക്ക് ഫസ്റ്റ് ലുക്കിൽ ഫീൽ ചെയ്തത് കേട്ടോ. കുറച്ച് നമ്മൾ ഉള്ളിലോട്ട് വരണം. പിന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്റ്റേ. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതാണ് നല്ല കാറ്റാട്ടോ. കൊള്ളാം, നല്ലൊരു ആംബിയൻസ്. സമയം ഇപ്പം വൈകിട്ടൊരു 4:15 അതുവഴി അപ്പുറത്തെ കരയിലൊക്കെ ഇങ്ങനെ ബൈക്കൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ വന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും ഈ കൽമണ്ഡപം സെറ്റപ്പ് കൊള്ളാം. ഇവിടെ ഇരിക്കാൻ കുറച്ച് കസേരകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബെഞ്ച് മോഡലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബെഞ്ചുണ്ട്. കൊള്ളാം. അപ്പോൾ ഇത് നിഹാസ് ഇവിടുത്തെ കെയർ ടേക്കറാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് ഈ തോട്ടത്തിൽ കൂടെ നടന്നിട്ട് ഇവിടെ ധാരാളം മരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ നോക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ റംബൂട്ടാൻ. ഇതായിട്ടില്ലല്ലോ. ഇല്ല, ഇതിൻ്റെ സീസൺ അറിയാമോ? ആയിട്ടില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവിടെ നമ്മുടെ ചക്ക മുതൽ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അവിടെ നാരങ്ങയുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ജസ്റ്റ് റൂമിൽ തന്നെ ഇരിക്കാതെ പറ്റുവാണെങ്കിൽ രാവിലെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഒന്ന് നടന്നാലേ
പ്രത്യേകിച്ച് പിന്നെ സീസൺ ആയിരിക്കണം, അങ്ങനെ ഒരു കുഴപ്പം കൂടി ഉണ്ട്. ഇതാ ഉണ്ടല്ലോ, നാരങ്ങയൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടില്ല. അതേപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്, അതും ആയിട്ടില്ല, അവർ പടർത്തിയിട്ടേ ഉള്ളൂ. അതെ, ഇതാണ് നമ്മുടെ ഭാവനായ റിസോർട്ടിൻ്റെ നൈറ്റ് ആംബിയൻസ് കേട്ടോ. ഇവിടെ രാത്രി ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഇട്ടു. അപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭംഗി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ഫൗണ്ടനൊക്കെ അവർ ഓൺ ചെയ്തിട്ടുണ്ട്. അവർ സന്ധ്യാസമയത്താണ് ഇത് ഓൺ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിൻ്റെ ഇതിലാണ് ഇത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേയിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. പ്രഭാത കാഴ്ചകൾ എന്നൊക്കെ പറയാം. അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾപ്പുണ്ട്. സമയം രാവിലെ 6:30. ഇതോ അവിടെ മലനിരകൾ കാണാം. നമുക്ക് ക്ലിയറായിട്ട് കാണാമെന്നറിയില്ല. ഇതാ അവിടെ കണ്ടോ, അഗസ്ത്യമലയൊക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ കിടിലം ആംബിയൻസാണ്. ആംബിയൻസിനൊരു കുറവുമില്ല. വെള്ളമൊക്കെ നല്ല ക്ലിയറായി കേട്ടോ. ഇവിടെയല്ല, അത് ഡാമിൻ്റെ ആ ഒരു റിസർവോയറിൻ്റെ വെള്ളം ഇന്നലെ വന്നപ്പോൾ നല്ല കലങ്ങി കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. നമ്മളിത് രാവിലെ തന്നെ ഈ ഒരു കൽമണ്ഡപത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. അടിപൊളി. നമുക്കവിടെ അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം. പക്ഷേ ഇത് കണ്ടോ, ഒരു കിടിലം വ്യൂ അല്ലേ ഇവിടെ. അടിപൊളി. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ജാനുവരി ആദ്യമാണ് വന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് രാവിലെ. പ്രത്യേകിച്ച് അവിടെ നമുക്ക് നമ്മുടെ ബെഡ് കോഫി അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുമ്പുള്ള ഒരു കട്ടൻ കാപ്പിയൊക്കെ അവിടെയാണ് സെർവ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് വെയിലൊക്കെ വരുന്നതിന് മുമ്പ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ റിസോർട്ടിലെ സ്റ്റേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ ഉള്ള സമയം ആയി വരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ റേറ്റ് പറയാം. ഇതൊരു പ്രീമിയം റിസോർട്ടാണ്. ആക്ച്വലി 4 മുറികളേ ഉള്ളൂ. അവർ മിനിമം 2 മുറികൾ വെച്ചെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒറ്റ ഫാമിലി അല്ലെങ്കിൽ ഒറ്റ ഗ്രൂപ്പ് അങ്ങനെ കൊടുക്കത്തുള്ളൂ. അതായത് നമ്മളല്ലാണ്ട്, ഇപ്പം നമ്മുടെ ടീമല്ലാണ്ട് വേറെ ആരും വരത്തില്ല ആ ഒരു ദിവസം. അങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പം മിനിമം 2 റൂമെങ്കിലും ബുക്ക് ചെയ്യണം. അപ്പോൾ ഒരു റൂമിന് 8,500 ആണ്. ഇപ്പോൾ ഓഫ് സീസൺ ആണ്. ഈ സീസൺ ടൈമിൽ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് വ്യത്യാസം വരും. 8,500 ആണ് ഒരു റൂം. ആ ഒരു റൂമിൽ 3 പേർക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 റൂം എടുക്കണം. അപ്പോൾ 17,000 ആവും. മൊത്തം 6 പേർക്ക് അങ്ങനെ സ്റ്റേ ചെയ്യാം. എക്സ്ട്രാ ബെഡൊക്കെ ഇതിന് ഇൻക്ലൂഡഡ് ആണ്. വേണമെങ്കിൽ എക്സ്ട്രാ ബെഡൊക്കെ തരും. പിന്നെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിനകത്തൊരു നല്ലൊരു ഫ്രൂട്ട് ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി നടന്ന് കാണാം. പിന്നെ ഡിന്നർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഫുള്ളി എക്വിപ്ഡ് കിച്ചനാണ്. ഇൻക്ലൂഡിങ് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റൗവും എല്ലാം ഉണ്ട്. ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ല, നമുക്കിപ്പം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഇവിടെ വരും. സിറ്റിയിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കുറച്ച് താമസിക്കും എന്നുള്ള ഒരു ഡിലേ, ഒരു 1 hour ഒക്കെ ആവും. പക്ഷേ ഡെലിവറി ഉണ്ട്. ആംബിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ. ഈ ഒരു എന്താ പറയുക, പ്രീമിയം സർവീസ്ഡ് വില്ല എന്നും വേണമെങ്കിൽ പറയാം. ആംബിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജാനുവരിയിലാണ് വന്നത് എങ്കിൽ പോലും വൈകിട്ട് നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും കിട്ടില്ല ആംബിയൻസ് ആണ്. നമുക്ക് അവിടെ പുറത്ത് പോയി ഇരിക്കാനും. ഇവിടെ റൂം അടിപൊളിയാണ്. നല്ല വലിപ്പമുള്ള റൂംസൊക്കെയാണ്. അതൊക്കെ ഒരു പോസിറ്റീവാണ്. എങ്കിൽ പോലും നമുക്ക് ഫുൾ ടൈം റൂമിലിരിക്കാനൊന്നും തോന്നത്തില്ല. വൈകുന്നേരങ്ങളിലും അതുപോലെ രാവിലെയൊക്കെ നമുക്ക് അതിരാവിലെയൊക്കെ നേരെ നമുക്കിവിടെ ആ ഗാർഡനിലൊക്കെ കൽമണ്ഡപമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇരുന്നാൽ കിട്ടില്ല ആംബിയൻസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പുറത്ത് നമുക്കിപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഔട്ട് സൈഡ് ഈ ഒരു മുറ്റ ഏരിയ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിൽ അവർ മാറ്റി. ഇവനിങ്ങളൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഈ ഒരു ഇവിടുത്തെ ആംബിയൻസ്, നൈറ്റ് ആംബിയൻസും കിടിലാണ്. സർവീസ് എടുത്ത് പറയുന്നത് ഇവിടുത്തെ കെയർ ടേക്കർമാരൊക്കെ കിടിലാണ് കേട്ടോ. ഇവിടെ അധികം ഗസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്നാൽ പോലും നല്ല എന്താ പറയുക, ഒരു ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അവർ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പോലും ചോദിച്ചറിഞ്ഞ് കൂടെ നിന്ന് എല്ലാം ചെയ്തു തരും. അപ്പോൾ കെയർ ടേക്കറുടെ കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട. പിന്നെ മറ്റൊരു ആക്ടിവിറ്റി, ഇവിടെ ഫിഷിംഗ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കേട്ടോ കെയർ ടേക്കർ. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ വിളിക്കുമ്പോൾ ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഭവനായ റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചിയനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.